ശബരിമലയിൽ വർഷങ്ങളായി കാത്തിരുന്ന ഒരു സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് എത്താൻ പോവുകയാണ്. റോപ്വേക്ക് സർക്കാർ പച്ചക്കൊടി കാട്ടിയിരിക്കുന്നു. പമ്പ ഹിൽ ടോപ്പിൽ നിന്ന് സന്നിധാനത്തെ പോലീസ് പാർക്കിന് സമീപത്തേക്കാണ് 2.7 കിലോമീറ്റർ റോപ്വേ വരുന്നത്. അതിനുവേണ്ടി 250 കോടി രൂപയാണ് മുടക്കുന്നത്. ഈ മണ്ഡല മകരവിളക്ക് സീസൺ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ നിർമ്മാണം ആരംഭിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ദേവസ്വം ബോർഡ്. പമ്പ ഹിൽ ടോപ്പിൽ നിന്ന് റോപ്വേയിലൂടെ ഒരു കാർ മുകളിലേക്ക് കയറുന്ന സമയത്ത് പോലീസ് ബാരിക്കേഡിന്റെ സമീപത്ത് നിന്ന് ഒരു കാർ താഴേക്ക് പോകുന്നു. ഉദാഹരണം പറഞ്ഞാൽ ജഡായിപ്പാറയിലേക്ക് റോപ്വേയിൽ പോകുന്ന സമയത്ത് ഒരു സൈഡിൽ കൂടെ താഴേക്കും മറു സൈഡിൽ കൂടെ മുകളിലേക്കും കയറി പോകാനുള്ള സാഹചര്യമുണ്ട്. അതിന് സമാനമായ രീതിയിലായിരിക്കും സന്നിധാനത്തെയും റോപ്വേ പ്രവർത്തിക്കുക. സന്നിധാനത്തെ പോലീസ് പാർക്കിന്റെ പിൻഭാഗമാണിത്. ഇവിടെയാണ് റോപ്വേ അവസാനിക്കുന്നത്. നേരത്തെ ഇതിന് അല്പം അകലെയായിരുന്നു റോപ്വേ നിർമ്മിക്കാൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ആ സമയത്ത് കൂടുതൽ മരങ്ങൾ വെട്ടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ നിലവിലെ പ്ലാൻ അനുസരിച്ച് ശരണപാതയോട് ചേർന്ന് തന്നെയാണ് ഈ റോപ്വേ വരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 80 മരങ്ങൾ പൂർണ്ണമായും 17 മരങ്ങൾ അതിന്റെ ചില്ല വെട്ടി മാറ്റുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ ശരണപാതയോട് ചേർന്ന് തന്നെ പോലീസ് പാർക്കിന്റെ പിൻഭാഗത്തായി റോപ്വേയുടെ നിർമ്മാണം നടത്താൻ തീരുമാനിച്ചത്. നേരത്തെ ചരക്ക് നീക്കത്തിന് വേണ്ടി മാത്രമായിരുന്നു റോപ്വേ നിർമ്മിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ഇപ്പോൾ ആംബുലൻസ് സംവിധാനം കൂടി ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. 40 മുതൽ 60 വരെ കാറുകൾ ഒരേ സമയത്ത് സഞ്ചരിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത്. നേരത്തെ 7 ടവറുകളിൽ റോപ്വേ നിർമ്മിക്കാനായിരുന്നു തീരുമാനം. എന്നാൽ റോപ്വേയുടെ നീളം കുറച്ചോടുകൂടി ടവറുകളുടെ എണ്ണം 5 കുറഞ്ഞു. അതായത് കുറച്ച് മരങ്ങൾ മാത്രം വെട്ടിമാറ്റിയാൽ മതി എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. ഒപ്പം തന്നെ റോപ്വേ നിർമ്മാണത്തിലുള്ള ഭൂമിയുടെ കരാറും നടന്നിരിക്കുന്നു. 4.5 ഹെക്ടർ വനഭൂമിയാണ് ഈ ഭാഗത്ത് നിന്ന് വനംവകുപ്പ് വിട്ടു നൽകുക. അതിന് പകരമായി കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയിൽ നിന്ന് 4.5 ഹെക്ടർ ഭൂമി തിരിച്ച് വനംവകുപ്പിന് നൽകാനും തീരുമാനമായിട്ടുണ്ട്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് വെച്ച് ഭൂമികൾ കൈമാറിക്കൊണ്ടുള്ള രേഖ ദേവസ്വം മന്ത്രിക്ക് കൈമാറും. അതിനുശേഷം വനംവകുപ്പിന്റെ ഒരു അന്തിമ ക്ലിയറൻസ് കൂടി ലഭിക്കേണ്ടതുണ്ട്. അത് ലഭിച്ചാൽ ഉടൻ 24 മാസത്തിനുള്ളിൽ റോപ്വേയുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ. അങ്ങനെയുള്ള കരാറാണ് കമ്പനിയുമായി ഏർപ്പെട്ടിരിക്കുന്നത്. സന്നിധാനത്ത് നിന്ന് ക്യാമറമാൻ അജിത്തിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്.